നിങ്ങളും ഞാനും റബ്ബിന്റെ കോടതിയിൽ എന്ത് മറുപടി പറയും? സൂറത്ത് ബഖറ 159 പറയാണ്, ഈ സത്യം മനസ്സിലാക്കിയതാണ്. എന്നിട്ടും അയാളത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഉലൈക യൽഅനുഹുമുല്ലാഹ്, അല്ലാഹു അവരെ ശപിക്കും. ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുൽ ലായിനൂൻ. കോടിക്കോടി മലക്കുകൾ ആ മനുഷ്യനെ ശപിക്കും. ആരെ? എന്നെയും നിങ്ങളെയും. നമ്മളിൽ ഓരോരുത്തരെയും, മുഹമ്മദിനെ, ബഷീറിനെ, എല്ലാവരെയും, അബ്ദുർ റസാഖിനെ, അബ്ദുറഹ്മാനെ, എല്ലാവരെയും ശപിക്കും. ആര്? അള്ളാഹുവിന്റെ മാലാഖമാർ. അള്ളാഹു അവന്റെ ശാപത്തിന് പാത്രീഭൂതരായ മുജാഹിദുകളാകണോ? ചിന്തിക്കീൻ. എന്നോട് പല ആളുകളും ഡേറ്റ് ചോദിച്ചു. പല സ്ഥലത്തും ശിർക്കുണ്ട്, പല സ്ഥലത്തും വിദഅത്തുണ്ട്. എനിക്കൊരാഗ്രഹമുണ്ട്, പടച്ചോനെങ്ങാനും ഒരു 10 മാറ്റിയാൽ 10 സ്ഥലത്തും 30 ദിവസവും ഞാൻ പ്രസംഗിക്കുമായിരുന്നു. പക്ഷെ ഞാൻ ഒറ്റക്കായി പോയല്ലോ എന്ന ദുഃഖം. നമ്മളെ പോലെ സന്നദ്ധതയുള്ളവർ ഒറ്റക്കായി പോയല്ലോ എന്ന ദുഃഖം, സ്നേഹിക്കേണ്ടവർ സ്നേഹിച്ചില്ലല്ലോ എന്ന ദുഃഖം, തലോടേണ്ടവർ തലോടിയില്ലല്ലോ എന്ന ദുഃഖം, സംരക്ഷിക്കേണ്ടവർ സംരക്ഷിച്ചില്ലല്ലോ എന്ന ദുഃഖം. ഏതൊരാദർശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുവോ, ഏതൊരാശയത്തിന് വേണ്ടി, നിങ്ങൾക്കറിയുമോ? തൗഹീദ് പറയുന്ന ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രവർത്തകൻ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് പറയുന്നത് അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് ഭാര്യമാരില്ലേ? ഉണ്ട്. മക്കളില്ലേ? ഉണ്ട്. ഉമ്മമാരില്ലേ? ഉണ്ട്. സൂക്കേടായി അസുഖം ബാധിച്ച വല്യമ്മയില്ലേ? ഉണ്ട്. ബാപ്പയില്ലേ? ഉണ്ട്. പിഞ്ചു പൈതങ്ങളില്ലേ? ഉണ്ട്. കയറിക്കിടക്കാൻ ഒരു വീട് പോലുമില്ലാത്ത മുജാഹിദ് പ്രവർത്തകരാണ് ഈ പ്രസംഗം നടത്തുന്നത്. അവരെ സ്നേഹിക്കാൻ മുജാഹിദുകളായവർ പോലുമില്ല. അവർക്കെതിരെ പാരപണിയാനാണ് ആളുകളുള്ളത്. ഇത് ഞാൻ സാന്ദർഭികമായി പറയാണ്. പക്ഷേ ശിർക്ക് പ്രചരിപ്പിക്കുന്നവരെ AC കാറിൽ കൊണ്ടുപോകാൻ ഇവിടെ ആളുണ്ട്. അവർക്ക് മണിമാളികൾ ഉണ്ടാക്കാൻ ഇവിടെ ആളുണ്ട്. അവരെ സംരക്ഷിക്കാൻ ഇവിടെ ആളുണ്ട്. അവർക്ക് ബ്ലാക്ക് ഗേറ്റ് ഉണ്ട്. വരുന്ന മുജാഹിദ് പ്രവർത്തകൻ ഭക്ഷണം കഴിച്ചാണോ വരുന്നത് എന്ന് ചോദിക്കാൻ പോലും സംഘാടകർ സന്നദ്ധരല്ല. ഞാൻ എന്തിനത് പറഞ്ഞത്? സാക്ഷാൽ ദീനിന്റെ ഉടമകളായ നമുക്ക്, ആ ദീനിന്റെ സംരക്ഷണത്തിന് നമ്മുടെ പണ്ഡിതന്മാരെ സ്നേഹിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. സഹായിക്കണ്ട, ഉപദ്രവിക്കാതിരുന്നാൽ മതി. അതുപോലും നമുക്ക് സാധിക്കാതെ പോകുന്നു. ശിർക്ക് പ്രചരിപ്പിക്കുന്ന സുന്നി പണ്ഡിതന്മാരെ ജീവന് തുല്യം അവരുടെ അനുയായികൾ സ്നേഹിക്കുന്നു. അവരെ പറ്റി ഒരു വാക്ക് പറഞ്ഞതിനാണ് അവർ നമ്മളെ കല്ലെറിയുന്നത്. നമ്മളോ? ചിന്തിക്കുന്നു. അപ്പൊ ഔലിയാക്കളാകണമെങ്കിൽ അറിയില്ലേ നിങ്ങൾക്ക്? റസൂലുള്ളാഹിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരാര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദൗർ ഗുഹയിലേക്ക് യാത്ര തിരിക്കുമ്പോ കുറെ റസൂലുള്ളാഹിന്റെ പിന്നിൽ നടക്കും, പിന്നെ കുറെ മുന്നിലിറക്കും, പിന്നെയും പിന്നിലിറക്കും, പിന്നെയും മുന്നിലിറക്കും. കുറെ ഇതിങ്ങനെ ആവർത്തിക്കപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂബക്കറെ, എന്താ അബൂബക്കറെ ഇത്? എന്താ ഈ കാണിക്കുന്നത് എന്നാണ് ചോദ്യം. എന്താ ഈ കാണിക്കുന്നത്? അവൻ നബിക്കറിയില്ല അബൂബക്കർ എന്തിനാ ഇത് ചെയ്യണത്. മറിഞ്ഞ കാര്യം അറിയുമായിരുന്നെങ്കിൽ, അബൂബക്കർ സിദ്ദീഖ് അള്ളാന്റെ മനസ്സിലുള്ളത് അറിയുമായിരുന്നെങ്കിൽ ചോദിക്കോ, നബി എന്താ ഈ കാണിക്കണത്? അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് നബിയേ, എനിക്ക് അങ്ങയോട് സ്നേഹമാണ്, അങ്ങ് നിലനിൽക്കണം, ഈ ദീനിന്റെ പ്രചാരകൻ, വഹിയുള്ള നബി, അങ്ങ് കഴിഞ്ഞാൽ ഇനി ഒരു നബിയുണ്ടോ? അങ്ങയെ ഞങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ അങ്ങ് ആരാണ് സ്നേഹിക്കുക? ഞാൻ മുന്നിൽ നടക്കുമ്പോ പിന്നിലെ മണക്കൂനക്കപ്പുറത്ത് ഒരു ശത്രു അങ്ങയെ ആക്രമിക്കുന്നുണ്ടോ? അതാണ് എന്റെ പേടി. ഞാൻ മുന്നിലിറക്കുമ്പോ പിന്നിലാരോ, പിന്നിലിറക്കുമ്പോ മുന്നിലാരോ. അതിൽ രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നബിയെ അത്രമാത്രം അബൂബക്കർ സിദ്ദീഖ് സ്നേഹിച്ചു. രണ്ട് ആ സ്നേഹം റസൂലുള്ള ദീന് പ്രബോധനം ചെയ്യുന്നു, അതുകൊണ്ട് നബി ജീവിച്ചിരിക്കണം എന്നാണ്. നബിന്റെ സമ്പത്ത് കണ്ടിട്ടല്ല, നബിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല, നബി പറയുന്ന ആദർശത്തെ സ്നേഹിച്ചിട്ടാണ്. മൂന്നെന്താ? അവർക്ക് ഒയ് പറയില്ല എന്നത്. ഒയ് പറയുമായിരുന്നെങ്കിൽ, മറഞ്ഞ കാര്യം അറിയുമായിരുന്നെങ്കിൽ, ആ മണൽക്കൂനക്കപ്പുറത്ത് ശത്രു ഇല്ല ഉണ്ട് എന്നറിയാൻ അവർക്ക് സാധിക്കുമായിരുന്നെങ്കിൽ മുന്നിലും പിന്നിലുമായി ആവർത്തിച്ച് നടക്കുമോ? ചിന്തിക്കും. അതൊക്കെ കഴിഞ്ഞ് ദൗർ ഗുഹയിലേക്ക് കയറി. ദൗർ ഗുഹയിൽ ഒരുപാട് ദ്വാരങ്ങൾ, ഹോൾസ്. ആ ഹോൾസുകൾ ഓരോന്നായി അദ്ദേഹം മുണ്ട് പിച്ച് ചീന്തി അടക്കുന്നു. ഞാൻ നബി പറയണ്ടേ, അബൂബക്കറെ അതിലൊന്നും പാമ്പില്ല, വിഡിത്തമാണ്. നബി പറഞ്ഞില്ല, അടക്കിയാണ്. കാരണം അറിയില്ല ഉണ്ടോ ഇല്ലേന്ന്. ആർക്കാ? ലോകം കണ്ട ഏറ്റവും വലിയ നബി, ലോകം കണ്ട ഏറ്റവും വലിയ ഔലിയ അല്ലേ? അവർക്ക് അറിഞ്ഞില്ല, അവർ രണ്ടുപേരും മനസ്സിലാക്കിയില്ല. എന്നിട്ട് അവസാനം ഒരു ദ്വാരം മാത്രം ബാക്കി, അതിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെരുവിരലിടുകയാണ്.
പാമ്പ് കടിച്ചാലും എന്റെ നബിയെ പാമ്പ് കടിക്കരുത്. അദ്ദേഹത്തിന്റെ കാലിൽ പാമ്പ് കടിക്കുന്നു, ഞാൻ നബി പറയണ്ടേ അബൂബക്കറെ ഈ ഹോൾസിലൊന്നും പാമ്പില്ല, നീ പെരുവിരലിട്ടതിലെ പാമ്പുള്ളൂ, അതടച്ചാ മതി. അതിന് പാമ്പിട്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അറിയുമായിരുന്നെങ്കിൽ അതിൽ കാല് കൊണ്ടുപോയിടുവോ? ചിന്തിക്കും. അപ്പോ അള്ളാന്റെ ഏറ്റവും വലിയ ഔലിയാക്കൾക്ക് പോലും അപ്പുറത്തുള്ള എന്താന്ന് പോലും അറിയാനുള്ള വകുപ്പില്ല അല്ലേ. ഇനി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെയും കൊണ്ട് ഒരു ഒട്ടകമഞ്ചം പുറപ്പെടുകയാണ്. നമ്മൾ പല്ലക്ക് എന്ന് ഇപ്പോ നമ്മൾ പറയുന്ന അതില് ഒട്ടകമഞ്ചത്തിൽ പുറപ്പെടുക. അതിൽ പുറപ്പെടുമ്പോ സഫ്വാൻ റളിയല്ലാഹു അൻഹുവാണ് ആയിഷ ബീവിയുടെ ഒട്ടകമഞ്ചം താങ്ങിക്കൊണ്ടു പോണത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അതീവ മെലിഞ്ഞ സ്ത്രീ, സബൂറായ, നമ്മൾ പറയാ അങ്ങനെയല്ലേ, അതെ, മെലിഞ്ഞ ഒരു സ്ത്രീ. അതുകൊണ്ട് തന്നെ ഒട്ടകമഞ്ചത്തിൽ ആയിഷ ബീവി ഉണ്ടോ ഇല്ലേ എന്നറിയാൻ പോലും ആർക്ക് സാധിച്ചില്ല? പ്രഗത്ഭനായ സഹാബിക്ക് സാധിച്ചില്ല. തിരിഞ്ഞു നോക്കാൻ പറ്റുമോ ഒരു സ്ത്രീയെ? അതുകൊണ്ട് ഒരു തിരിഞ്ഞു നോക്കിയില്ല, ഭാരം തോന്നിയതുമില്ല ഒരു സഹാബിക്ക്. ഇല്ലെങ്കിൽ പിന്നെ വ്യഭിചാരാരോപണം ഉണ്ടാവോ? അത് പൊളിഞ്ഞു പോകൂലേ? അപ്പൊ താൻ ചുമന്ന ഒട്ടകമഞ്ചത്തിൽ ആയിഷ ബീവി ഇല്ല എന്നുള്ളത് പോലും അറിയാൻ ആർക്ക് സാധിച്ചില്ല? പ്രഗത്ഭനായ സഹാബിക്ക് സാധിച്ചില്ല. അതിന്റെ പേരിലല്ലേ വ്യഭിചാരാരോപണം ഉണ്ടായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും വിശ്വസിച്ചു പോയില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പോലും വിശ്വസിച്ചു പോയില്ലേ? ഇല്ലേ? എന്താ കാരണം? ആയിഷ ബീവി തെറ്റ് ചെയ്തോ ഇല്ലേ എന്ന മറഞ്ഞ കാര്യം അറിയാനുള്ള കഴിവ് അവർക്കാർക്കും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ, അല്ലേ? അവർക്കാർക്കും ഉണ്ടായിട്ടില്ല എന്നത് തന്നെ. ഇനി നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യയും സഹാബികളും യാത്ര പോകാൻ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കഴുത്തിലെ മാല വീണ് താഴെ വീണുപോയി മരുഭൂമിയിൽ. യാത്ര അവിടെ നിർത്തിയാണ്. എന്തേ? മാല തെരയണവര്. ആരാ യാത്ര നിർത്തിയത്? ലോകം കണ്ട ഏറ്റവും വലിയ ആചാര്യനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? ഭാര്യയുടെ മാല പോയി. എന്നാ നബി പറയണ്ടേ, ഓ മാല വരട്ടെ? ഇല്ല, മാല എന്ന സ്ഥലത്തുണ്ട് എന്ന് പറയാൻ റസൂലുള്ളാഹി കഴിഞ്ഞോ? ഇനി റസൂലുള്ളാഹിന്റെ കൂടെ ഉള്ളതാരാ? ആയിഷ ബീവിയുടെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഔലിയാക്കളിൽ ഏറ്റവും വലിയ ഔലിയ. ഇവരൊക്കെ തെരഞ്ഞെടുക്കാണ് ആയിഷ ബീവിയുടെ മാല പോയത്, അല്ലേ? അല്ലേ? ശരിക്കും ആലോചിച്ചേ, ആയിഷ ബീവിയുടെ മാല കളവുപോയി. സഹാബത്തി നബിയൊക്കെ തെരഞ്ഞെടുക്കുക. ഒട്ടകത്തിന്റെ അടിയിലാ മാലുള്ളത്. അതറിയാൻ ആർക്ക് കഴിഞ്ഞില്ല? അവർക്ക് കഴിഞ്ഞില്ല. എന്നിട്ടാണ് സുന്നികൾ പറയുന്നത്, ഔലിയാക്കൾ അള്ളാഹു കാണുന്ന പോലെ കാണും, അള്ളാഹു കേൾക്കുന്ന പോലെ കേൾക്കും, അള്ളാഹു അറിയുന്ന പോലെ അറിയും എന്ന്. പച്ചന്നുണ. ഒട്ടക എഴുന്നേറ്റപ്പോ അതിനടിയിൽ മാല കണ്ടു, അവരെടുത്തു. ബുഖാരിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബുഖാരിയുടെ റിപ്പോർട്ടാണ്. അതുകൊണ്ട് ഔലിയാക്കളെ പറ്റി പഠിച്ചെടുത്ത് പല ആളുകൾക്കും തെറ്റുപറ്റിപ്പോയി. ഇനി ചിന്തിക്കോ, ലോകം കണ്ട ഏറ്റവും വലിയ ഔലിയ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സുബൈക്ക് പള്ളിയിലേക്ക് വരികയാണ്. സുബൈക്ക് പള്ളിയിലേക്ക് വരികയാണ്. പള്ളിയിൽ മിമ്പറിന്റെ അപ്പുറത്ത് ഒരു ശത്രു ഒളിച്ചിരിപ്പുണ്ട്. സഹാബികൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായോ? ആർക്കും മനസ്സിലായില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലായോ? ഇല്ല. ശത്രു മിമ്പറിന്റെ അപ്പുറത്തിരിക്കുന്നു എന്നറിഞ്ഞിട്ടും കുത്താൻ വയറ് വെച്ചു കൊടുത്തതാണോ? അല്ല എന്ന് ഉറപ്പ്. നമ്മുടെ പള്ളിയിലെ ഒരു മൂർഖൻ പാമ്പ് കേറി എന്നറിഞ്ഞാൽ, അല്ലേ, നമ്മൾ ആരെങ്കിലും പള്ളിയിൽ കയറുവോ? ആ പാമ്പിനെ പുറത്താക്കാതെ കയറുവോ? ഇനി നോക്കൂ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാണ്. പള്ളിന്റെ ഉള്ളിലുള്ളത് കാണാൻ അദ്ദേഹത്തിന് കഴിയോ? മിമ്പറിന്റെ അപ്പുറത്തുള്ള അദ്ദേഹത്തിന് കാണാൻ കഴിയോ? എന്നാ അള്ളാഹ് അറിയില്ല അവിടെ ഒരു ശത്രു ഉണ്ട് എന്നുള്ളത്. അപ്പൊ അള്ളാഹ് കാണുന്ന പോലെ കാണും എന്ന് പറഞ്ഞാൽ CM സ്മരണികയിൽ